ഓബിയേ അപ്പം നമ്മുടെ ഇരിക്കുന്ന സംഭവം ഏതാണ്? ഇതിൻ്റെ JBL പാർട്ടി ബോക്സ് ആയിരുന്നു. പാർട്ടി ബോക്സോ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇതൊരു പാർട്ടി സ്പീക്കർ ആയതുകൊണ്ട് ഒരു ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഇത് മൈക്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. മൈക്ക് ഇൻക്ലൂഡിങ് അല്ല, ഇതിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് മൈക്ക് പോർട്ട് വരുന്നത്. ഇവിടെ മൈക്ക് പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോസ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ പെൻഡ്രൈവ് ഉണ്ട്, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ബാറ്ററി നമുക്ക് ഇത് ഊരിയിടാം. ബാറ്ററി ഊരി കാണിക്കാവോ? ബാറ്ററി ഇതാണ് ബാറ്ററി വരുന്നത്. ഇതാണ്. ഇപ്പോൾ ബാറ്ററി വേണമെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് വന്നാലും മാറ്റിയിടാം ബാറ്ററി. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിക്കാവോ? ബാറ്ററി ബാക്കപ്പ് എങ്ങനെയായിരുന്നു? ഒരു 5 മണിക്കൂർ കിട്ടും. 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടോനാണോ? ലൈറ്റിങ്ങിനല്ല, ലൈറ്റിങ് അല്ലാതെ ഒരു 3 മണിക്കൂറൊക്കെ പറ്റത്തുള്ളൂ. നമുക്കിത് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ ഇതാ പവർ സ്വിച്ച് വരുന്നത് അല്ലേ? ഇത് വരുമ്പോൾ ബ്ലൂടൂത്ത്. ഇത് വരുമ്പോൾ നമുക്ക് പെയർ ചെയ്യുന്നത് വേറെ ചെയ്യാൻ പറ്റും. ഇത് JBL തന്നെ പറ്റും. പിന്നെ ഇത് ബാസ് ബൂസ്റ്റ് ചെയ്യുന്നത്. ഇത് നോർമൽ ജസ്റ്റ് ഒരു ഇമോജി ഒക്കെ വരുന്നു. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ബാസ് മോഡ് വരുന്നുണ്ട്. നമുക്ക് നോർമൽ മോഡ് ഇതാ നോർമൽ മോഡ് വരുന്നത്. ഇത് കഴിഞ്ഞ് ബാസ് മോഡ് ഇത് വരും. 2 മോഡ് വരുന്നുണ്ട്. ബാസ് മോഡ് തന്നെ 2 മോഡ് വരുന്നുണ്ട്. ഇതും വരുന്നുണ്ട്, പിന്നെ ഇതും കൂടെ വരുന്നത്. ഇതാണ് ടോപ്പ് മോഡ് വരുന്നത് ബാസ് മോഡിൽ. പിന്നെ നോർമലായിട്ട് വേണം യൂസ് ചെയ്യാം. ബാസ് വേണ്ടാത്തവർക്ക് ബാസ് വേണ്ട യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം 80 വാട്ട്സ് വരും. 80 വാട്ട്സ് ആപ്പോഴും JBL ആയതുകൊണ്ട് ക്ലിയർ സൗണ്ട് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോറിലും അവൈലബിൾ അല്ലേ? റെഡി സ്റ്റോക്ക് അവൈലബിൾ അല്ലേ ഈ ഒരു പ്രോഡക്റ്റ്? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് അവൈലബിൾ ആണല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. നോ കോസ്റ്റ് EMI ഒക്കെ കിട്ടും നമുക്ക്. ബജാജ് ഫിനാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫിനാൻസ് ഉണ്ട്, HDB ഉണ്ട്, TVS ഉണ്ട്, IDFC ഉണ്ട്. എല്ലാ ഫിനാൻസും നമുക്കുണ്ട്. ചെയ്യാല്ലേ? അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. JBL ആയതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ക്ലിയർ ആയിരിക്കും. ഒരു വാല്യൂ ഫോർ മണി ആണ് മോഡൽ വരുന്നത്. ഇതാണ് നമുക്ക് ലൈറ്റ് മോഡ് വരുന്നത്. ഇതിന് ഓൺ ആവും. ഇപ്പോൾ ലൈറ്റ് വേണ്ട അല്ലെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഓഫ് ചെയ്താൽ. അപ്പോൾ കുറച്ചുകൂടെ ബാക്കപ്പ് കൂടുതൽ കിട്ടും. ബാറ്ററി ബാക്കപ്പ് കിട്ടും. കിട്ടും. ഇതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന മോഡൽ ഏതായിരുന്നു? ഇത് 320 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ 320. അത് ഇതിനേക്കാൾ ഇതിൻ്റെ ഒരു ഇരട്ടി പവർ കിട്ടും അല്ലേ? ഓക്കെ. വലിപ്പ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ നോർമൽ യൂസിന് ഇത് ഓക്കെയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പീക്കറിൽ നിന്ന് വരുന്നത്. ഇങ്ങനെ പ്ലേ ചെയ്താലോ? നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒന്ന് കേൾപ്പിച്ചാലോ? ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ റിവ്യൂ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ്സ് കൂടുന്നുണ്ട് കേട്ടോ. എന്നാടാ നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ ഇഷ്ടം പോലെ അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ആരും തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല. അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു തിയറി അല്ലേ ബോബി? അതാണ്. ഇപ്പോൾ നല്ലൊരു പാട്ടൊന്ന് പ്ലേ ചെയ്തേ ബോബി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാവേ. ഇതിൻ്റെ ഒരു പ്ലേയിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാസിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന എത്രത്തോളം ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് മാക്സിമം ഇതിൻ്റെ ഔട്ട്പുട്ട് കേൾപ്പിച്ചു തരാവേ.